ആലപ്പുഴ തകഴിയിൽ കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ആലപ്പുഴ തകഴി പൂച്ചക്കാൽ സ്വദേശിനിയും അവിവാഹിതയുമായ യുവതി പ്രസവിച്ച നവജാത ശിശുവിന്റെ മൃതദേഹമാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടെത്തിയത്. ഈ യുവതിയുടെ കാമുകനായിട്ടുള്ള തോമസ് ജോസഫ് എന്നയാളുടെ വീടിന് സമീപത്തുള്ള പാടത്തിൽ നിന്നാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നവജാത ശിശുവിന്റെ മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ട് എന്നാണ് ആലപ്പുഴ SP അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഈ യുവതി പ്രസവിക്കുന്നത്. വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഈ പ്രസവം നടക്കുന്നത്. അതിരാവിലെ അല്ലെങ്കിൽ പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ് ഈ പ്രസവം നടക്കുന്നത്. ഗർഭിണിയാണ് എന്നുള്ള വിവരം ഈ യുവതി വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചു എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ ഓഗസ്റ്റ് 7-ാം തീയതി പുലർച്ചെ 1:30 മണിയോടുകൂടി ഈ യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ശേഷം ഈ കുഞ്ഞിനെ വീടിന്റെ സൺഷെയ്ഡിൽ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പിന്നീട് ഓഗസ്റ്റ് 10-ാം തീയതി ഈ യുവതി ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയെത്തിയിരുന്നു. അമിതമായിട്ടുള്ള വയറുവേദനയും രക്തസ്രാവത്തെ തുടർന്നുമാണ് ഈ യുവതി ആശുപത്രിയിലെത്തിയത്. ആശുപത്രിയിലെത്തി ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ തന്നെ യുവതി പ്രസവിച്ചു എന്നുള്ള കാര്യം ഡോക്ടർമാർക്ക് മനസ്സിലായിരുന്നു. ഉടനെ ഡോക്ടർമാർ യുവതിയോട് പ്രസവിച്ചതിനെ പറ്റിയും കുഞ്ഞ് എവിടെയാണ് എന്നുള്ള കാര്യവും അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഈ യുവതി ഡോക്ടർമാരോട് പറഞ്ഞത് കുഞ്ഞിനെ കാമുകന് കൊടുത്തു എന്നും കാമുകൻ ആ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ നൽകി അല്ലെങ്കിൽ അമ്മത്തൊട്ടിലേക്ക് കൈമാറി എന്നുമാണ് ഈ യുവതി ഡോക്ടർമാരോട് പറഞ്ഞത്. ഇതിൽ സംശയം തോന്നിയ ഡോക്ടർമാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് ഇന്നേ ദിവസം ഏതെങ്കിലും അമ്മത്തൊട്ടിലിൽ ഏതെങ്കിലും കുട്ടിയെ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കുകയായിരുന്നു. ഇതോടുകൂടി അമ്മത്തൊട്ടിലിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാകുകയായിരുന്നു. പിന്നീട് ഈ യുവതിയെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് കാമുകനായിട്ടുള്ള തോമസ് ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് കുഞ്ഞിനെ കുഴിച്ചു മൂടിയതാണ് എന്ന് ഇവർ സമ്മതിക്കുന്നു. ഈ തോമസ് ജോസഫിന്റെ വീടിനടുത്തുള്ള പാടശേഖരത്തിലാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് എന്നും മണിക്കൂറുകൾക്ക് മുമ്പ് പോലീസ് ആ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ സംഭവത്തിൽ 2 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒന്ന് കാമുകനായിട്ടുള്ള തോമസ് ജോസഫ്, രണ്ടാമത് തോമസ് ജോസഫിനെ ഈ പ്രക്രിയയിലെല്ലാം സഹായിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്തായ അശോക് ജോസഫ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം ഈ കുഞ്ഞിനെ കൊന്നതാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യം ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല. അതായത് ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞ് മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം, ഇപ്പോൾ പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സ്വാഭാവിക മരണമല്ല അല്ലെങ്കിൽ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞാൽ നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന അമ്മയടക്കം ഈ കുഞ്ഞിന്റെ അമ്മയടക്കം പ്രതി ചേർത്തുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.